ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. മല്ലു ഫ്രം പൂനെ ഹിയർ. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു കാസർഗോഡൻ സ്റ്റൈൽ ചിക്കൻ കറി ആയിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നല്ലൊരു അടിപൊളി ചിക്കൻ കറി റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്നത് നമ്മളെ കുക്ക് എന്ന് പറയുന്നത് നമ്മളെ പട്ടാളക്കാരനാണ് കേട്ടോ, ഞാനല്ല. അപ്പോൾ ഞാൻ ഇത് അടുക്കള അങ്ങ് ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതാ ഗോതയിലേക്ക് നമ്മളെ പട്ടാളക്കാരൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതാണ് ഇത് കാണുന്നത് കേട്ടോ. സവാള, ടൊമാറ്റോ, കറിവേപ്പില, അതുപോലെ തന്നെ ഈ കാണുന്നത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് കാശിക്കോട്ടിൻ്റെ ജോലിയാണ് കേട്ടോ ഇത്. ഞങ്ങളധികം മൂന്നാളും കിച്ചണിലുണ്ടാകുമ്പോൾ കാശിക്കോട്ടിന് ഞങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി എത്താറുണ്ട്. അപ്പോൾ നമ്മളിന്ന് 1 കിലോ ചിക്കനാണ് ചിക്കൻ കറിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ട് കഴുകി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഇതാ പാചകം സ്റ്റാർട്ട് ചെയ്യാന്ന്. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ജീരകവും കടുകും ഉലുവയും നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് എണ്ണയിൽ. അതിനുശേഷം പട്ട, ഗ്രാമ്പൂ, കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയും ജീരകവും പട്ട, ഗ്രാമ്പൊക്കെ കറിക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം കറിവേപ്പിലയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കറിവേപ്പിലയ്ക്ക് ശേഷം ഞങ്ങൾ 2 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. ആ 2 സവാള ചോപ്പ് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സവാള നന്നായി ഒന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും തമാശകളൊക്കെ പറഞ്ഞിതാ പാചകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്ന് കേട്ടോ. ഞങ്ങൾ പട്ടാളക്കാരനെ ഒരാളത്ര ചില്ലറക്കാരനല്ല കേട്ടോ. ആളെ കറി എന്ന് പറയുന്നത് അത്രയും നല്ലൊരു അടിപൊളി കറിയാണ്, മട്ടൻ കറിയും ചിക്കൻ കറിയും ഒക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. അതിനുശേഷം നമ്മളെ കാശിക്കുട്ടൻ റെഡിയാക്കി വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ചതച്ചെടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവാറുണ്ട്. അതിനാണ് കേട്ടോ അങ്ങനെ ചതച്ചെടുക്കുന്നത്. അപ്പോൾ ആ ചതച്ചെടുത്ത ആ ഐറ്റംസ് കൂടി ഇട്ട് സവാള നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ മിക്സ് ചെയ്ത് കിട്ടുന്ന സമയം വരെ ഞങ്ങളിങ്ങനെ റെസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പാചകം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഞങ്ങൾ അനിയൻകൂട്ടൻ്റെ ഫോൺ കോൾ വന്നു. വീഡിയോ കോളാണ് കേട്ടോ. അവൻ ഗൾഫിലാണ് ഇപ്പോൾ, 7 മാസമായി ഗൾഫിൽ പോയിട്ട്. അപ്പോൾ അത് അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ കുക്കിംഗ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായി ഒന്ന് ബ്രൗൺ കളറായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഒരു ടൊമാറ്റോ നമുക്ക് ആഡ് ചെയ്യാം. ഒരു ടൊമാറ്റോ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് മസാല നന്നായി ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പരിവാകുമ്പോൾ നമ്മളിതിലേക്ക് മസാല ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്നത് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എരിവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്താലും മതി. അതിനുശേഷം നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിപ്പൊടി ആഡ് ചെയ്ത ശേഷം നമ്മൾ കുരുമുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. നമ്മൾ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഏകദേശം ആഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എരിവിൽ ഇതുപോലെ എന്തെങ്കിലും എരിവ് കുറവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് ഇതിൽ മസാല അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ മസാല ആഡ് ചെയ്ത ശേഷം നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കണ്ടോ നല്ല ഡ്രൈ പരുവത്തിലാവണം. ഇങ്ങനെ ഡ്രൈ മസാലേൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല ഡ്രൈ ആയി കിട്ടുമ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മളൊന്ന് മസാല നല്ല തിക്ക് ഗ്രേവിയായി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിത് അടപ്പൊന്ന് ഓപ്പൺ ആക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ അടപ്പ് ഓപ്പൺ ആക്കിയിട്ടാണ് കേട്ടോ ചിക്കൻ ആഡ് ചെയ്യുന്നത്. മസാല ഒന്ന് കുറുകി കിട്ടുമ്പോഴാണ് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ആ മസാല നന്നായി ഒന്നൊരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി മസാല തേച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയൊക്കെ ആ ചിക്കനിൽ അങ്ങ് പിടിക്കണം. നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ മസാലയിൽ നന്നായിട്ട് നമ്മൾ ചിക്കൻ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറിക്ക്. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളെ ചിക്കനിൽ വെള്ളം തൊട്ട് ഇറങ്ങി വന്നിട്ടുള്ളത്. നമ്മൾ വേറൊരു വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടില്ല. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് നമ്മളാളെ. അപ്പോൾ ഇതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടുവെള്ളം നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കൻ മസാല ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ ലാസ്റ്റായി ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ 2 ടീസ്പൂൺ തൈര്. ഇത് നമ്മളെ പട്ടാളക്കാരൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തൈര് ഇങ്ങനെ ചേർക്കുമ്പോൾ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ തൈരും കൂടി ചേർത്തിട്ട് കറി നന്നായി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങളെ കറി ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ഇനി അതടുത്ത് നമ്മുടെ ടെസ്റ്റിംഗ് ടൈമാണ്. അപ്പോൾ ഞാനാണ് കേട്ടോ ഇന്നത്തെ ടെസ്റ്റർ. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ കറി എടുത്തിട്ട് ഒരു ചെറിയൊരു പീസ് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിച്ചു നോക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മളെ പട്ടാളക്കാരനും ഒരു പീസ് കൊടുത്തോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ